ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമെൻറ്റർ PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ജീവിതശൈലി വന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം അല്ലേ. അപ്പം നേരത്തെ നമ്മൾ വളരെ വിരളമായിട്ട് കേട്ടിരുന്ന പല അസുഖങ്ങളും ഇന്ന് നമുക്കിടയിൽ സർവ്വസാധാരണമാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്കുള്ള ചില ദുശീലങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓരോ അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രോഗങ്ങളും അതിന് കാരണമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള ഇതിൻ്റെ എഫക്റ്റുമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾക്കാണ് ഈ നമ്മുടെ ഓരോ ശീലങ്ങളും കാരണമാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ PSC അടുത്തിടെയായിട്ട് പ്രമേഹത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഈ പ്രമേഹത്തിലെ ടൈപ്പ് 1, ടൈപ്പ് 2 രോഗങ്ങളെക്കുറിച്ചാണ് PSC അടുത്തിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പം എന്തുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാരോഗ്യകരമായ ജീവിതശൈലിയും ഭക്ഷണ രീതിയും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്ന ജീവിത രീതിയും അതേപോലെ തന്നെ ഭക്ഷണക്രമവുമാണ് നമ്മുടെ ജീവിതശൈലി രോഗത്തിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ പ്രധാന ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രമേഹം വളരെ കോമൺ ആയിട്ടുള്ള ജീവിതശൈലി രോഗമാണ് ഏതെന്ന് പറയുന്നത്, പ്രമേഹം എന്ന് പറയുന്നത്. ഇനി ഫാറ്റി ലിവർ, പക്ഷാഘാതം, പൊണ്ണത്തടി, കൊളസ്ട്രോള്, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ക്യാൻസർ, ഇത് ഇത്രയും പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ PSC ചോദിക്കാറുണ്ട്. ജീവിതശൈലി രോഗങ്ങളല്ലാത്തതും ജീവിതശൈലി രോഗങ്ങളായവയും തമ്മിൽ തന്നിട്ട് രണ്ടിലേതെങ്കിലും ഒരു കാറ്റഗറി പെടുന്നത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, പൊണ്ണത്തടി, കൊളസ്ട്രോള്, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ക്യാൻസർ എന്നിവ ജീവിതശൈലി രോഗമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ ആഹാരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകക്കുറവ് ഉണ്ടാകുന്നത് ഒരു കാരണമാണ്. വ്യായാമം ഇല്ലായ്മ, പുകവലി, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം എല്ലാം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ്. അപ്പം ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകക്കുറവ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ വ്യായാമം ചെയ്യാതിരിക്കുന്നതും ദുശീലങ്ങളായ പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലുള്ളവയും, ഇനി ഉറക്കമില്ല അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നത് എന്നിവയൊക്കെ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗം, ഇവയൊക്കെ എന്തിന് കാരണമാകും, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും. ഓരോ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള കാരണമാകും ഈ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലി രോഗമാണ് ഏതെന്ന് പറയുന്നത്, പൊണ്ണത്തടി എന്ന് പറയുന്നത്, അല്ലെ ഒബിസിറ്റി എന്ന് പറയും. അപ്പോൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത്. അപ്പം ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞുകൂടും. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യാത്തത് കൊണ്ടും അമിതമായിട്ട് ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്, പൊണ്ണത്തടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്ന രോഗം. ഇനി പൊണ്ണത്തടി കാരണം ഉണ്ടാകാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൻജിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൽ വരുന്ന പെയിനാണ്. അതായത് ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ നടക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ നടക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പെയിനാണ് ആൻജിന എന്ന് പറയുന്നത്. ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈ BP ഉണ്ടാകും പൊണ്ണത്തടി ഉണ്ടെങ്കിൽ. ഹൃദയാഘാതം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഉയർന്ന കൊളസ്ട്രോൾ അളവുണ്ടാകും. അതേപോലെ ത്രോംബോസിസ്, അഥീറോസ്ക്ലീറോസിസ് എന്നിവ എന്തിന് കാരണമാകും, പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ഇത്രയും രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെയാണ്, ആൻജിന, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ്, ഇനി ത്രോംബോസിസ്, അഥീറോസ്ക്ലീറോസിസ് എന്നിവ എന്ത് കാരണമുണ്ടാകും, പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങളാണ്. ഇനി പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട 2 രോഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്. ഒന്ന് സ്ട്രോക്കും, 2 മൈഗ്രെയിനും. അപ്പോൾ പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഏതെന്ന് പറയുന്നത്, സ്ട്രോക്കും അതേപോലെ തന്നെ മൈഗ്രെയിനും. ഇനി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ ജീവിതശൈലി കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണമാകും. അപ്പോൾ അതെന്തൊക്കെയാണ്, ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് അറിയപ്പെടുന്നതാണ് ഹൃദയ രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഹൃദയത്തിനും
അതേപോലെ തന്നെ എന്താ ബ്ലഡ് പമ്പ് ചെയ്യാണ് ഹൃദയത്തിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്, നമ്മുടെ രക്തക്കുഴലുകൾ വഴിയാണ്. അതുകൊണ്ടും ഹൃദയവും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രക്തക്കുഴലുകൾക്കും എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ അറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് ഹൃദയ രോഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നമുക്കറിയാം. സിസ്റ്റോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഹൃദയം സങ്കോചിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രഷറാണ് സിസ്റ്റോളിക് പ്രഷർ എന്നറിയപ്പെടുന്നത്. ഇനി അതേപോലെ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഹൃദയം വികസിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം 120/80 എന്ത്, നമ്മുടെ BP-യുടെ നോർമൽ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിനെ കടന്ന് നമ്മുടെ സിസ്റ്റോളിക് പ്രഷർ 140ഉം ഡയസ്റ്റോളിക് പ്രഷർ 90 ആവുകയാണെങ്കിൽ എന്താണ്, അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും, നമ്മുടെ ഉയർന്ന രക്തസമ്മർദ്ദമായിട്ട് കണക്കാക്കും, ഹൈ BP ആയിട്ട് കണക്കാക്കും. അപ്പം നമ്മുടെ നോർമൽ സിസ്റ്റോളിക് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനേക്കാൾ കൂടി എന്ത് 90ഉം 140, അതായത് 120/80 വേണ്ട അല്ലെ 80 വേണ്ട ആ ഒരു സ്ഥലത്ത് എന്ത് വരും, 140/90 ആണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കും, അതിനെ ഉയർന്ന രക്തസമ്മർദ്ദമായിട്ട് കണക്കാക്കും. ഇനി ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും എന്തിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അതായത് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുകവലി കാരണമാകും, അമിതമായ മദ്യപാനം, അമിതഭാരം, വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുക. ഇതെല്ലാം എന്തിന് കാരണമാകും, നമ്മുടെ BP ഹൈ BPക്ക് കാരണമാകും. എന്തൊക്കെയാണ്, പുകവലി, അമിതമായ മദ്യപാനം, അമിതമായ ഭാരം, അതേപോലെ വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുക എന്നിവ എന്തിന് കാരണമാകും, ഹൈ BP ഉണ്ടാകാനുള്ള കാരണമാകും. ഇനി ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നമുക്ക് ഓരോ രോഗങ്ങളായിട്ട് നോക്കാം, ഏതൊക്കെയാണ് ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളെന്ന്. അപ്പോൾ ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തപ്രവാഹം സാധ്യമല്ലാതാകുന്ന വരുന്ന അവസ്ഥയാണേത്, കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ കൊറോണറി ധമനികളിൽ എന്ത് വരും, രക്തത്തിന് പ്രോപ്പറായിട്ട് എന്താ ഒഴുകാൻ അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റുക, അല്ലെങ്കിൽ അതുവഴി ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും, ഇത് എന്ത് പറ്റും, രക്തം കട്ട പിടിക്കും. അതായത് ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ എന്ത് ചെയ്യും, രക്തം കട്ട പിടിക്കും. കട്ട പിടിക്കുന്ന വഴി എന്ത് ചെയ്യും, രക്തപ്രവാഹം ആവശ്യം അല്ലെങ്കിൽ നമുക്ക് സഫിഷ്യൻ്റായിട്ട് എന്ത് ചെയ്യില്ല, ബ്ലഡ് ഫ്ലോ നടക്കത്തില്ല. ഈ ഒരവസ്ഥ പറയുന്ന പേരാണ് ഇത് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരുമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും, കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണറി ധമനികളിൽ എന്ത് ചെയ്യും, രക്തം കട്ട പിടിക്കുന്നത് മൂലം നമ്മുടെ നോർമൽ ബ്ലഡ് ഫ്ലോ നടക്കാതെ വരുന്ന അസുഖമാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയ്ക്കാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കറക്റ്റായിട്ട് നടക്കാത്തത് മൂലം അല്ലെ തടസ്സപ്പെടുന്നത് മൂലം നമുക്ക് അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയ്ക്കാണ് എന്തെന്ന് പറയുന്നത്, ആൻജിന എന്ന് പറയുന്നത്. ഇനി ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കൊഴുപ്പടിഞ്ഞിട്ട് എന്ത് ചെയ്യും, രക്തപ്രവാഹം തടസ്സപ്പെടും. അപ്പോൾ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞിട്ട് രക്തപ്രവാഹം തടസ്സപ്പെടുകയും തുടർന്നുണ്ടാകുന്ന അവസ്ഥയാണ് ഇത് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹൃദയാഘാതം. ഇനി ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലീറോസിസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രക്തക്കുഴലുകൾ പോകുന്നതെങ്കിൽ ഇവിടെ എല്ലാം എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ കൊഴുപ്പടിഞ്ഞു കൂടും. ഈ സ്ഥലത്തെല്ലാം കൊഴുപ്പടിഞ്ഞു കൂടുന്നതോടുകൂടി എന്ത് ചെയ്യും, നമ്മുടെ ഈ വ്യാസം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ചെയ്യാനുള്ള ഈ ഒരു സ്പേസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും അല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഇതുവഴി ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞു കൂടുകയെന്ന് വിചാരിക്കുവാണെങ്കിൽ എന്താ, ഇത്രയും സ്പേസിൽ കൂടെ മാത്രമേ ബ്ലഡ് ഫ്ലോ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് അതിരോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അതിരോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലേക്കുള്ള രക്തക്കുഴലുകൾ കൊഴുപ്പടിഞ്ഞുകൂടി ബ്ലഡ് ഫ്ലോ ചെയ്യാനുള്ള അതിൻ്റെ വ്യാസം കുറയും. ഇത്രയും ഇടത്തൂടെ സാധാരണ ബ്ലഡ് പോകേണ്ടതാണ്, പക്ഷേ കൊഴുപ്പടിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യും, ഇത്രയും സ്പേസിലേക്ക് അത് ചുരുങ്ങും. ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് അതിരോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു രോഗമാണ്, പണ്ട് വളരെ റെയർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു രോഗമാണ് ഏതെന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം. അപ്പോൾ
അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ക്യാൻസർ എന്ന് പറയുന്നത്. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സെൽ ഡിവിഷൻ നടക്കുകയും ചെയ്യും. ഇതെന്ത് ചെയ്യും? അടുത്തുള്ള കോശങ്ങളെ അല്ലെങ്കിൽ കലകളിലേക്ക് ബാധിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസറിന് കാരണമായ ജീനുകൾ അറിയപ്പെടുന്ന ഒരു പ്രത്യേക പേരിലാണ്. ഇത് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് അറിയപ്പെടുന്ന ജീനാണ് ഓങ്കോജീനുകൾ. അപ്പം ക്യാൻസറിന് കാരണമായ ജീനുകൾ അറിയപ്പെടുന്ന ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ ഓങ്കോജീനുകൾ. ഓങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ക്യാൻസറുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഓക്കെ, ഇനി ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു പോയിന്റാണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഇനി രോഗനിർണയത്തിനായി കലകൾ എടുത്ത് പരിശോധിക്കുന്ന പ്രക്രിയ ഏതാണ്? ബയോപ്സി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ക്യാൻസർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഏത് ടെസ്റ്റ് യൂസ് ചെയ്താണ്? ബയോപ്സി യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ക്യാൻസർ എന്ന രോഗനിർണയത്തിനായിട്ട് കലകൾ എടുത്ത് പരിശോധിക്കുന്ന ആ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് ബയോപ്സി എന്ന് പറയുന്നത്. ഇനി എക്സ്റേ, ഗാമാറേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയാണ് ഏതെന്ന് പറയുന്നത്? റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റേ അല്ലെങ്കിൽ ഗാമാറേ തുടങ്ങിയ അണുവികിരണങ്ങൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി വയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം സ്കിന്നിനുണ്ടാകുന്ന ക്യാൻസർ അറിയപ്പെടുന്ന പേരാണ് മാലിഗ്നന്റ് മെലനോമ. മാലിഗ്നന്റ് മെലനോമ എന്നറിയപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്കിൻ ക്യാൻസർ ആണ്. അതായത് UV റേസ് അമിതമായിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് കൊണ്ട് സ്കിന്നിനുണ്ടാകുന്ന ക്യാൻസർ ആണ് ഏതെന്ന് പറയുന്നത്? മാലിഗ്നന്റ് മെലനോമ എന്ന് പറയുന്നത്. ഇനി ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് പ്രീവിയസ് ചോദ്യമാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊബാൾട്ട് 60 ആണ്. കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന നമ്മുടെ കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് 60. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ലോക പ്രമേഹ ദിനം എന്നാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നവംബർ 14 ശിശുദിനത്തിൻ്റെ കൂടാണ് ആചരിക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം പ്രമേഹം എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ജീവിതശൈലി രോഗമാണ്. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കാതെ വരുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇനി ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? പ്രമേഹം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് ഡയബറ്റിസ് മെലിറ്റസ്. എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ്. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ പോയിന്റ് ആയിരുന്നു ചോദിച്ചത്. ഓപ്ഷന് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് മെലിറ്റസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇൻസുലിൻ്റെ കുറവ് മൂലം എന്ത് ചെയ്യും? നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ വർദ്ധിക്കുകയും അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? യൂറിൻ വഴി പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നമാണ് നീല വൃത്തം എന്ന് പറയുന്നത്. നീല റൗണ്ടാണ് എന്ത്? പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം എന്ന് പറയുന്നത്. ഇനി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. അപ്പോൾ പാൻക്രിയാസ് ആണ് എന്ത് ചെയ്യുന്നത്? പാൻക്രിയാസിൻ്റെ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ പാൻക്രിയാസിൻ്റെ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ഉണ്ട് നമുക്ക്. ഇതിൽ ബീറ്റ കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റ കോശങ്ങളാണ്. ആൽഫ കോശങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളും. എന്നാൽ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന 2 ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും അതേപോലെ ഇൻസുലിനും. ഇനി പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളാണ് ഏത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളാണ്.
ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏതെന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ബീറ്റ കോശങ്ങളാണെങ്കിൽ ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും എന്ന് പറയുന്നത്. ഇപ്പോൾ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഏത്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. അപ്പോൾ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അത് ഏത് ഹോർമോണിന്റെ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്ലൂക്കഗോണിന്റെ ആണ്. അപ്പോൾ ഗ്ലൈക്കോജനെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആര്? ഈ പറയുന്ന ഗ്ലൂക്കഗോൺ. എന്നാൽ നമ്മുടെ ഇൻസുലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുക? ഗ്ലൈക്കോജനാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസുലിൻ്റെ ഫംഗ്ഷൻ. അപ്പം രക്തത്തിൽ അധികമായി വരുന്ന ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യും? ഇൻസുലിൻ എന്ത് ചെയ്യും? ഗ്ലൈക്കോജനാക്കി മാറ്റും. അതുകൊണ്ടാണ് ഇൻസുലിൻ്റെ അഭാവം വരുമ്പോൾ എന്ത് ചെയ്യും? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത്. കാര്യം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും അധികമായി വരുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? നമ്മുടെ യൂറിൻ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ആവശ്യം വരുമ്പോൾ നമ്മൾ ഈ ഗ്ലൈക്കോജനാക്കി വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനാക്കി വെച്ചിരിക്കുന്നതിനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലൈക്കോജൻ ആണ്. ഈ രണ്ട് ഹോർമോൺസിനെ സെക്രേറ്റ് ചെയ്യുന്ന ആരാണ്? പാൻക്രിയാസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ആണ് ഇത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. അമിനോ ആസിഡുകളിൽ നിന്നും എന്ത് ചെയ്യും? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കുന്നത് ഇൻസുലിനുമാണ്. ഇനി കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്ന ആരാണ്? അത് ഇൻസുലിനാണ്. ഇനി ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണും ഏത് തന്നെയാണ്? ഇൻസുലിൻ തന്നെയാണ്. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇനി ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനുണ്ട് ബാൻഡിങ് ആൻഡ് ബെസ്റ്റ്. 1921 ഇൻസുലിനെ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ ബാൻഡിങ് ആൻഡ് ബെസ്റ്റ് 1921 ചെയ്തത്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? സ്വാഭാവികമായും ആഗ്നേയ ഗ്രന്ഥി അല്ലെ പാൻക്രിയാസിൻ്റെ ആണ്. പാൻക്രിയാസിൻ്റെ പ്രവർത്തന വൈകല്യം കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന പ്രമേഹം ഉണ്ടാകുന്നത്. ഇനിയും പ്രമേഹം 2 തരത്തിലുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഇതിപ്പം PSC ചോദിക്കാറുള്ളതാണ്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം 2-3 പരീക്ഷകളിൽ റിപ്പീറ്റായിട്ട് ചോദിച്ചു. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ശരീരത്തിന് പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രമേഹമാണ് ഏതെന്ന് പറയുന്നത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 1 പ്രമേഹം അറിയപ്പെടുന്ന പേരുകളാണ് ജുവനൈൽ ഡയബറ്റിസ്, അല്ലെങ്കിൽ ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്ന്. ജുവനൈൽ ഡയബറ്റിസ് എന്നും അല്ലെങ്കിൽ ഇൻസുലിൻ ആശ്രിത പ്രമേയം എന്നറിയപ്പെടുന്ന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈപ്പ് 1 ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് 1 പ്രമേഹം കൊച്ചു കുട്ടികളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ജന്മന ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിലെ എന്ത് ചെയ്യാം? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? ജുവനൈൽ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കണക്ട് ചെയ്തിടാൻ പറ്റും. അത് ഏത് ടൈപ്പാണ്? ടൈപ്പ് 1 പ്രമേഹമാണ്. ഇനി ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. ഏതെന്ന് പറയുന്നത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളിലും ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ വിളിക്കാൻ പറ്റുന്ന പേരാണ് ജുവനൈൽ ഡയബറ്റീസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ മൂലം ഉണ്ടാകുന്നതാണ് ഏതെന്ന് പറയുന്നത്? ടൈപ്പ് 2 പ്രമേഹം. നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്താലും അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ശരീരത്തിന് പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ഇത് കൂടുതലും മുതിർന്നവരിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗമായി കണക്കാക്കപ്പെടാൻ പറ്റുന്ന പ്രമേഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടൈപ്പ് 2 ആണ്. അല്ലെ ജീവിതശൈലി രോഗം എന്ന് നമുക്ക് കരുതാൻ പറ്റുന്ന പ്രമേഹത്തിൻ്റെ വകഭേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടൈപ്പ് 2 പ്രമേഹമാണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ജീവിതശൈലി രോഗമാണ് രക്തസമ്മർദ്ദം. അപ്പോൾ ലോക രക്തസമ്മർദ്ദ ദിനം ഏതാണ്? മെയ് 17 ലോക രക്തസമ്മർദ്ദ ദിനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ രക്തസമ്മർദ്ദം അമിതമായാൽ ശരീരത്തിൽ വെച്ച് രക്തക്കുഴലുകൾ പൊട്ടി രക്തം പുറത്തു വരികയും ഈ പുറത്തു വന്ന രക്തം എന്ത് ചെയ്യും? ശരീരഭാഗങ്ങളിൽ വെച്ച് തന്നെ ക്ലോട്ട് ആവുകയും ചെയ്യും.
ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹെമറേജ് എന്ന് പറയും. ഹെമറേജ് എന്ന് പറയും. അപ്പം രക്തസമ്മർദ്ദം അമിതമായാൽ ശരീരത്തിൽ വെച്ച് രക്തക്കുഴലുകൾ പൊട്ടി രക്തം പുറത്തു വന്ന ശരീരഭാഗങ്ങളിൽ വെച്ച് എന്ത് ചെയ്യും? അത് ക്ലോട്ട് ആവും, കട്ട പിടിക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് ഹെമറേജ് എന്ന് പറയുന്ന അവസ്ഥ. ഇനി ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും. സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും. അപ്പോൾ ഹെമറേജ് തലച്ചോറിൻ്റെ ഭാഗത്ത് സംഭവിച്ചാൽ അതിന് എന്ത് പറയും? സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും. അപ്പോൾ ഈ സെറിബ്രൽ ഹെമറേജ് അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഏതെന്ന് പറയുന്നത്? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇനി പക്ഷാഘാതം ഉണ്ടാകുന്നതിനും ഒരു കാരണമാണ് ഏതെന്ന് പറയുന്നത്? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ലോക പക്ഷാഘാത ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ 29 ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? പക്ഷാഘാതം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം എന്ത് ചെയ്യും? ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുകയും ചെയ്യുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പക്ഷാഘാതമാണ് ആ ഒരു രോഗം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രമേഹമുള്ളവരിൽ പക്ഷാഘാതത്തിന് സാധ്യത കൂടുതലാണ്. ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി എന്നിവ എന്തിന് കാരണമാകും? ഈ പറയുന്ന പക്ഷാഘാതം ഉണ്ടാകാൻ കാരണമാവും. അതേപോലെ തന്നെ രക്തസമ്മർദ്ദവും, അമിതമായ രക്തസമ്മർദ്ദവും എന്തിന് കാരണമാവും? പക്ഷാഘാതം ഉണ്ടാകാനായിട്ടുള്ള കാരണമാകും. ഇനി കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിൽ എന്താണ് അമിതമായിട്ട് എന്ത് ചെയ്യും? കൊഴുപ്പടിഞ്ഞു കൂടുന്ന ആ ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രോൾ പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് HDL ഉണ്ട്, അതേപോലെ LDL ഉണ്ട്. HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനുമാണ്. അപ്പോൾ ഈ HDL എന്ന് പറയുന്നതാണ് നമ്മുടെ നല്ല കൊളസ്ട്രോൾ. നമ്മൾ പറയും നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും. അപ്പോൾ ഈ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഏതാണ്? HDL ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിനൊരു ലെവലുണ്ട്. അതായത് മെയിൽസിലാണെങ്കിൽ ഇത് 40 മുതൽ 50 വരെ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഇനി ഫീമെയിൽസിലാണെങ്കിൽ 50 മുതൽ 60 ml വരെ ആകാം. അതുവരെ എന്താണ്? കുഴപ്പമില്ലാത്ത ഒരു ലെവലാണ്. അപ്പോൾ മെയിൽസിലാണെങ്കിൽ 40 മുതൽ 50 മില്ലി വരെയും ഇനിയും ഫീമെയിൽസിലാണെങ്കിൽ 50 മുതൽ 60 ml വരെയും ആകാം. ഇനി LDL ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 130 കൂടാൻ പാടില്ല. 130 കൂടാൻ പാടില്ലാത്തതാണ് ഏതെന്ന് പറയുന്നത്? LDL എന്ന് പറയുന്ന കൊളസ്ട്രോള്. ഇനി രക്തക്കുഴലിലെ ധമനി ഭിത്തികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് അതിരോസ്ക്ലീറോസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു രക്തക്കുഴലിൽ എന്ത് ചെയ്യും? ധമനി ഭിത്തിയിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ നമ്മുടെ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? അതിരോസ്ക്ലീറോസിസ്. ഇതാണ് ആ രോഗത്തിൻ്റെ പിക്ചർ. ഇങ്ങനെ കൊഴുപ്പടിഞ്ഞുകൂടി ബ്ലഡ് എന്ത് ചെയ്യും? സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? അതിരോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അടുത്ത രോഗമാണ് ശ്വാസകോശ രോഗം. അപ്പോൾ ഈ ശ്വാസകോശ രോഗം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് ഒന്ന് എയർ പൊല്യൂഷൻ കൊണ്ടും 2 നമ്മുടെ പുകവലി കൊണ്ടും ഉണ്ടാകാം. അതായത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശ്വാസകോശത്തിൻ്റെ വായു അറകളുടെ ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യും? ബാധിക്കുകയും അങ്ങനെ അവ പൊട്ടിപ്പോകുകയും ചെയ്യുന്ന രോഗമാണ് എംഫിസിമ എന്നറിയപ്പെടുന്ന രോഗം. അപ്പോൾ എംഫിസിമ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ്. അപ്പോൾ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ എന്ത് ചെയ്യും? നമ്മളത് ഇൻഹെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൽ എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ ആൽവിയോളൈസ് അല്ലെങ്കിൽ വായു അറകളുടെ ഇലാസ്റ്റിസിറ്റി അത് ബാധിക്കും. അങ്ങനെ അവ പൊട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് എംഫിസിമ എന്ന് പറയുന്നത്. ഇനി അണുബാധ മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന വീക്കമാണ് എന്തെന്ന് പറയുന്നത്? ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അണുബാധ മൂലം ശ്വാസകോശത്തിന് ഒരു വീക്കം സംഭവിക്കും, ഇൻഫെക്ഷൻ കാരണം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന കാർസിനോജൻ എന്ന ഫാക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ശ്വാസകോശ ക്യാൻസറിന് കാരണമാകും. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന കാർസിനോജൻ എന്ന ഫാക്ടറാണ് എന്ത് ചെയ്യുന്നത്? ശ്വാസകോശ ക്യാൻസറിന് പ്രധാനമായിട്ട് കാരണമാകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ശ്വാസകോശത്തിൻ്റെ വായു അറകളുടെ ഇലാസ്റ്റിസിറ്റി നശിപ്പിക്കുകയും വായു അറകൾ പൊട്ടുകയും ചെയ്യുന്ന ആ ഒരു അസുഖമാണ് എംഫിസിമ. ഇത് പ്രീവിയസ് ചോദ്യമാണ് എംഫിസിമ എന്നുള്ളത്. എംഫിസിമ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ് എന്നതായിരുന്നു ചോദ്യം. ഇനി അണുബാധ മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന വീക്കം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രോങ്കൈറ്റിസ് ആണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന കാർസിനോജൻ എന്ന ഫാക്ടർ കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശ ക്യാൻസർ ആണെന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത് ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവുമാണ് റീസെൻ്റ്ലി ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഏത് വേണേലും ചോദിക്കാം. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ടോപ്പിക്കും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്